ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്കിന്ന് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിൻ്റെ സമസ്ത മേഖലകളെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ഈശോ നൽകുന്ന വളരെ ശക്തമായ ഒരു വചനമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏറ്റവും വലിയൊരു സ്നേഹത്തെക്കുറിച്ച് പറയുക, സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ഇല്ലായ്മ ചെയ്യുക. ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ തലമുണ്ട്, മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവൻ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു തലം എന്ന് പറഞ്ഞാൽ രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വമാണ്. മറ്റുള്ളവരെ ഉയർത്തുവാൻ വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നീ നടത്തുന്ന അധ്വാനങ്ങൾ, നിൻ്റെ ത്യാഗങ്ങൾ, നിൻ്റെ സ്നേഹങ്ങൾ, അത് മറ്റു ജീവനെ പടുത്തുയർത്തുന്നതാണ്. ഇന്ന് നീ ഒന്ന് ചിന്തിക്കണം. ജീവിതങ്ങളെ പടുത്തുയർത്തുവാനായിട്ട് നീ എത്രത്തോളമൊക്കെ അധ്വാനിക്കുന്നുണ്ട്, എത്രത്തോളമൊക്കെ നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. ജീവിതങ്ങളെ, ചുറ്റുപാടുമുള്ളവരെ, കണ്ടുമുട്ടുന്നവരെ, നീ ജോലി ചെയ്യുന്നിടത്തുള്ളവരെ എല്ലാവരും പടുത്തുയർത്തുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു കൃപ ഈ വ്യക്തിക്ക് നൽകണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ ദാനങ്ങളും സമൃദ്ധമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാമത്തിൽ രക്ഷ